നമസ്കാരം. യുകെയിൽ നമ്മൾക്കൊരു വണ്ടി മേടിക്കാനാണെങ്കിൽ ഒരു വാഹനത്തിൽ മേടിക്കാനോ അതല്ലേ നമുക്ക് പരിചയമുള്ള ആൾക്കാർക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയോ ഇനി അതുമല്ല ഒരു വാഹന ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിക്കാനോ താല്പര്യമുള്ളവരുണ്ടല്ലോ, ഏറ്റവും ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്യാരേജിൽ നിന്നോ വെബ്സൈറ്റിൽ നിന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും പരിചയക്കാരെ നിന്നൊക്കെ വണ്ടി മേടിച്ച് മറച്ചു വയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ, യുകെയിൽ വാഹനം മേടിച്ച് മറച്ചു വയ്ക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ സെൻറ്ററുകളാണ്. നമ്മുടെ നാട്ടിലെ ലേലക്കച്ചവടം തന്നെയാണ് പരിപാടി. പക്ഷേ യുകെയിൽ കാണുന്ന മിക്ക ഓപ്ഷൻ സെൻറ്ററുകളിലും അവിടെ നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കണം, അതല്ലെങ്കിൽ മുൻകൂർ പൈസ അടയ്ക്കണം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള രജിസ്ട്രേഷൻസ് ഉണ്ടാവും, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന ബ്രിട്ട്ലിംഗ്ടണിൽ, യോർക്ക്ഷയറിൽ ബ്രിട്ട്ലിംഗ്ടണിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു സെൻറ്ററിന് യാതൊരു രീതിയിലുള്ള രജിസ്ട്രേഷനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ വരാം, ബിഡ് ചെയ്യാം. ബിഡ് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി വാങ്ങിക്കാൻ നേരത്താണ് ഹാമർ ചാർജ് എന്നുള്ള എമൗണ്ട് അതിന് കൊടുക്കേണ്ടി വരിക. അതാണെങ്കിലോ വണ്ടി വാങ്ങിക്കുന്ന വിലയുടെ ഇത്ര ശതമാനമാണെന്നുള്ള കണക്കാണ്. അത് നോട്ട് ബാഡാണ്. ആഴ്ചയിലെ ചൊവ്വാഴ്ച ദിവസം ഉണ്ടല്ലോ, വൈകുന്നേരം 6 മണി മുതലാണ് ഈ ഒരു ലേലം നടന്നു വരുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടനിൽ ഉണ്ടായ ഒരു കാർ ക്ഷാമം ഉണ്ടായി. ഈ കാർ ക്ഷാമത്തിന് പരിഹാരം എന്നുള്ള രീതിയിൽ 2 ദമ്പതികൾ ചേർന്ന് തുടങ്ങിയ ഒരു പരിപാടി അത്. അപ്പോൾ അന്ന് ഈ സാധനം തുടങ്ങിയപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ പഴ്സണലായിട്ട് ആൾക്കാരെ വണ്ടികൾ വാങ്ങിക്കാനും ഇവർ തന്നെ പോയി മേടിച്ചു, അതല്ലെങ്കിൽ വിൽക്കാൻ കൊണ്ടുവരുന്നത് ഇവർ വാങ്ങിച്ചിട്ട് ഇവിടെ ലേലം ചെയ്തു. അങ്ങനെയൊക്കെയാണ് തുടങ്ങിയത്. ഇന്ന് അതിൻ്റെ 3ാം തലമുറയാണ് ഈ ഒരു ബിസിനസ് നടത്തി വരുന്നത്. ഏറ്റവും വിശ്വസിക്കാൻ പാകത്തിനുള്ള രീതിയിൽ നമുക്ക് ഇവിടെ വന്ന് വണ്ടി എടുക്കാൻ പറ്റും എന്നുള്ള പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ചൊവ്വാഴ്ച ലേലം നടക്കുന്നതിന് മുന്നേ ഉള്ള ഏത് ദിവസവും നമുക്കിവിടെ വരാം. എന്നിട്ട് നമുക്ക് പേഴ്സണലി വണ്ടി നോക്കാൻ അറിയില്ലാത്ത ഒരാളാണ് എങ്കിൽ നമുക്ക് വണ്ടി നോക്കാൻ അറിയാവുന്ന ഒരാളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു 100 വണ്ടികളിൽ നമുക്ക് വണ്ടി പോയി ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് ആ വണ്ടി നമുക്ക് ലേലത്തിന് വിളിക്കാം. ഈ ലേലത്തിന് വിളിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ആ ലേലത്തിന് വരുമായിരിക്കും. പക്ഷെ നമുക്ക് നോർമൽ മാർക്കറ്റ് പ്ലേസിനേക്കായും അല്ലെങ്കിൽ വെബ്സൈറ്റുകളേക്കായും ഗ്യാരേജുകളേക്കായും ഒക്കെ ഒരുപാട് വില കുറച്ച് നമുക്ക് ഇവിടുന്ന് വണ്ടി മേടിക്കാൻ പറ്റും എന്നുള്ളൊരു 100% ഉറപ്പാണ്. ഞാൻ വണ്ടി കാണാൻ പോയ സമയത്തുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതും കച്ചവടക്കാരാണ്. കച്ചവടക്കാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. പേഴ്സണലായിട്ട് വണ്ടി മേടിക്കാൻ വന്ന ഒരു മനുഷ്യനെ പോലും ഞാനവിടെ കണ്ടില്ല. കുറേ പേരായിട്ട് പരിചയപ്പെട്ടു, എല്ലാവരും കച്ചവടക്കാരാണ്. സോ നമ്മളിവിടെ വന്നിട്ട് ഇംഗ്ലീഷ് ഗ്യാരേജുകളിൽ വണ്ടി കാണാൻ പോകുന്നില്ല. ഇതെല്ലാം ഈ പറയും പോലെ ഓപ്ഷൻ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ കൂടുതലും ഈ പറയും പോലെ ഓപ്ഷൻ സെൻറ്ററുകളിൽ നിന്ന് ആൾക്കാർ ലേലത്തിൽ വാങ്ങിച്ചെടുത്തതിന് ശേഷം ചെറിയ മിനുക്ക് പണികളൊക്കെ ചെയ്തിട്ട് മറച്ചു വയ്ക്കുന്നതാണ്. സോ നമ്മൾ മലയാളികൾക്കാണെങ്കിൽ പോലും ഒരു അത്യാവശ്യം കുറച്ച് പൈസയും കയ്യിലുണ്ട്, കുറച്ച് വിൽ പവറും ഉണ്ട് എങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ താല്പര്യമുള്ള ഒരാൾക്കാരാണെങ്കിൽ പോലും ഉണ്ടല്ലോ, അവർക്ക് ഇത്തരത്തിലുള്ള ഓപ്ഷൻ സെൻറ്റർ എന്നുള്ള സംഭവങ്ങൾ ഭയങ്കര ഗുണം ചെയ്യും. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പോസ്റ്റ് കോഡും അതുപോലെ ഇതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് അതൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. ചെറിയ വിലയ്ക്ക് വാഹനം മുതൽ വലിയ വിലയുള്ള വാഹനങ്ങൾ വരെ അവിടെയുണ്ട്. ലോറികളുണ്ട്, കാറുകളുണ്ട്, ചെറിയ മിനി വാനുകളുണ്ട്, വലിയ വാനുകളുണ്ട്, തുടങ്ങിയ എല്ലാ തരം സൗകര്യങ്ങളും ഉണ്ട്. ഇവരെ ഓഫീസിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഇവിടെ ആൻറ്റിക്കായിട്ടുള്ള, അതായത് വിൻറ്റേജ് വണ്ടികൾ പോലും ഇവിടെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. സോ ഇവിടെ യുകെയിൽ ഒട്ടുമിക്ക സ്ഥലത്തും ഇത്തരത്തിലുള്ള ഓപ്ഷൻ സെൻറ്ററുകളുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഞാനീ പറയുന്ന ഈ ഒരു സ്ഥലത്തിന് വ്യത്യാസപ്പെടുത്തുന്നത് ഇവിടെ രജിസ്ട്രേഷൻ ഫീസ് അല്ലെങ്കിൽ വേറെ ഒന്നുമില്ലാതെ നമുക്ക് സ്ട്രൈറ്റ് അവേ കയറി ചെന്നിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ വാങ്ങിക്കുന്ന വണ്ടികൾക്ക് ബുധനാഴ്ച, അതായത് ചൊവ്വാഴ്ച വൈകുന്നേരമാണ് നമ്മൾ ബിഡ് ചെയ്യുന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് മുന്നേ നമ്മൾ പൈസ കൊടുക്കണം എന്നുള്ളതാണ് കണക്ക്. നമ്മൾ അതിന് മുന്നേ ആയിട്ട് ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് അടച്ചാൽ മതി. 100 പൗണ്ടും അതല്ലെങ്കിൽ ആ 100 പൗണ്ടും പിന്നെ ഹാമർ ചാർജും എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. ഹാമർ ചാർജാണ് ആ ഒരു സെൻറ്ററിൻ്റെ പൈസ എന്നുള്ളത്. സോ നിങ്ങൾക്കുണ്ടല്ലോ ഇനിയും എന്തെങ്കിലും ഡൗട്ടുകളുണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ DM-ലോ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന പോലെ വിവരങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. നന്ദി.